അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ എന്റെ അടുക്കൽ കൂടെയുള്ളത് കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയ ഹദീസിന്റെ ബാക്കിയായി ഇവിടുന്ന് പറയുന്നു, മൻ സല്ലല്ലാ അലയ്യ ഫീ യൗമിൽ ജുമുഅത്തി വലൈലത്തിൽ ജുമുഅത്തി മിഅത മർറ, ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും എന്റെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന നിവേദനം ചെയ്യുന്നത്. അവിടുന്ന് പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ച രാവിലും പകലിലും എന്റെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലിയാൽ ഖല്ലല്ലാഹു ലഹു മിഅത ഹാജ, 100 ഉദ്ദേശങ്ങൾ അവന്റേത് അല്ലാഹു നിറവേറ്റി കൊടുക്കും. 70 മിൻ ഹവായിജിൽ ആഖിറ, അതിൽ 70 ഉദ്ദേശങ്ങൾ പാരത്രിക ലോകവുമായി ബന്ധപ്പെട്ട ഉദ്ദേശങ്ങളാണ്. പാരത്രികമായ 70 ഉദ്ദേശങ്ങൾ അല്ലാഹു അവന് നിറവേറ്റി കൊടുക്കും. വസലാസീന മിൻ ഹവായിജിദ് ദുനിയാ, 30 ഉദ്ദേശങ്ങൾ ദുന്യവിയായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കും. എന്നിട്ട് പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കണേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മമാരെ, സുമ്മയുവക്കിറുല്ലാഹു ബിദാലിക മലകൻ, അതേ ഈ 100 സ്വലാത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു ഒരു മലക്കിനെ ഏൽപ്പിക്കും. ആ മലക്കിന്റെ പണി എന്താണ്? യുദ്ഖിലുഹു ഫീ ഖബ്രി, ആ മലക്ക് ഈ സ്വലാത്തിനെ എന്റെ ഖബറിലേക്ക് കൊണ്ടുതരും. കമാ യുദ്ഖിലു അലാ അഹദികുമുൽ ഹദായ അലൈകുമുൽ ഹദായ, നിങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വരുമ്പോ ഹദിയകളും സമ്മാനങ്ങളൊക്കെ കൊണ്ടുതരുന്നില്ലേ, ഇതുപോലെ സമ്മാനങ്ങളായി എനിക്ക് ഈ സ്വലാത്തുകൾ ഇങ്ങനെ ഈ മലക്ക് ഇങ്ങനെ കൊണ്ടുതരും. യുഖ്ബിറുനി മൻ സല്ലല്ലാ അലയ്യ ബിസ്മിഹി വനസബിഹി ഇലാ അശീറതിഹി, എന്റെ അടുക്കൽ വന്നിട്ട് പറയും, അവന്റെ പേര് പറയും, അവന്റെ വാപ്പന്റെയും കുടുംബത്തിന്റെയും ഒക്കെ പേര് പറയും, അവന്റെ അഡ്രസ് പൂർണ്ണമായി എന്റെ അടുക്കൽ പറഞ്ഞിട്ട്, അതേ ഇന്ന സ്ഥലത്ത് പേരാമ്പ്രയിൽ ഇന്ന ഒരു പ്രദേശത്തുള്ള ചെറിയ പ്രദേശത്ത് പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഒരു ഫാത്തിമ നിങ്ങൾക്ക് ചൊല്ലിയ സ്വലാത്തുകളാണ് നബിയെ, ഒരു അബൂബക്കർ നിങ്ങൾക്ക് ചൊല്ലി സമർപ്പിച്ച സ്വലാത്തുകളാണ് നബിയെ എന്ന് പറഞ്ഞിട്ട് ആ മലക്ക് എന്റെ അടുക്കൽ കൊണ്ടുവന്നുകൊണ്ട് സമ്മാനിക്കുമ്പോൾ ആ വ്യക്തിയുടെ പേരും നാടും കുടുംബവും അഡ്രസ്സും എന്റെ അടുക്കലുള്ള ഒരു വെളുത്ത ലിസ്റ്റിൽ ഞാൻ രേഖപ്പെടുത്തി വെക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ, എന്റെ ഉമ്മയുടെ ഭാര്യയുടെ മക്കളുടെ പേരുണ്ടോ, നമ്മുടെ ഓരോരുത്തരുടെയും പേരുണ്ടോ എന്ന് ചിന്തിക്കണം. ആ ലിസ്റ്റിൽ ഒന്ന് പേര് വന്നാലല്ലേ നാളെ ഹബീബിന്റെ മുന്നിൽ ചെന്ന് ഹൗദുൽ കൗസറിന് കൈ നീട്ടാനൊക്കൂ. ആ പേരൊന്ന് രേഖപ്പെടുത്തി കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച പകലിലും എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിന്റെ പകലിലും 100 സ്വലാത്ത് മദീനത്തേക്ക് കൊടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.